എടുത്ത് പുറത്തോട്ടിട്ട്. വേലണ്ണ, അണ്ണൻ എന്തേലും കുഴപ്പമുണ്ടോ? അണ്ണന് പല കുഴപ്പങ്ങളും ഉണ്ട്. അതിൽ ഏത് കുഴപ്പമാ നിനക്ക് വേണ്ടത്? അല്ല, ഏതായാലും എനിക്ക് ചെല്ലും ചെലവും തന്ന് നോക്കല്ലേ. അണ്ണൻ എന്തിനാ ഈ തണുപ്പത്ത് മുറ്റത്ത് കിടക്കുന്നേ? അകത്ത് കയറി കിടന്നാലെന്താ? ഇതൊരുമാതിരി പുല്ലി കിടക്കുന്ന പട്ടിയെ പോലെ. കണ്ട കാളകളൊക്കെ കയറി വേലി പൊളിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ കിടക്കുന്നത്. പട്ടി എങ്കിൽ പട്ടി. ഓ, ഒരു നാട് നന്നാവണമെങ്കിൽ കുന്നുമ്മേൽ ശാന്തയെ നേരെ ആക്കണമെന്നാ. പിന്നെ ഒരു നാട് വഴി നാട് നേരെയാക്കാൻ വന്നിരിക്കുന്നു. തന്നെത്താനിങ്ങ് നേരെ ആയാ മതി. ശാന്തയെ കൊണ്ട് ഇപ്പൊ നാട്ടിലൊരു കുഴപ്പം വരില്ല. കേറി കിടക്ക ഇടയില്ലേ, അത് പറഞ്ഞാ മതി. അതെ, അക്കരയെന്നും പുറത്തുനിന്നുള്ള അവന്മാര് മുള്ളംകൊല്ലി കിടന്ന് നിരങ്ങാൻ വേലായുധം വിടില്ല. അതിനിത്തിരി തണുപ്പ് ഉണ്ടാലൊന്നും വേലായുധന് പഴി പിടിക്കില്ല. പട്ടി പട്ടി ഈ ജലം അടയ്ക്കുന്ന നല്ല തണുപ്പടിക്കുമ്പോഴാ സൂക്കേടൊക്കെ കൂടുന്നത്. എന്താ മാളൂട്ടിയമ്മേ? മോന്റെ കത്തൊക്കെ വരുന്നുണ്ടോ? ഓ, കഴിഞ്ഞ മാസം വന്നു പോയതാ. ശരി. എന്താടാ ചുമല്ലേ? ആദ്യ വെളിച്ചെണ്ണ കടയിലേക്കേ. ഓ, വലിയ പേര് നടക്കാൻ ഇറങ്ങിയതാവും. ആ തോപ്പിലേക്കൊക്കെ വന്നിട്ട് നാള് കുറെയായി. ഈടെയായി നാളികേരം കണ്ടവാനം കളവ് പോകുന്നുണ്ട്. അത് സംശയിക്കണ്ട വേലായുധന. ഏയ്, അവൻ കക്കോ? എല്ലാം ആ, കച്ചവടം എങ്ങനെയുണ്ട്? ബോർഡ് വെച്ചേ പിന്നെ മെച്ചമുണ്ടോ? അതിന് ബോർഡ് വെച്ചിട്ട് വേണ്ടേ? വലിയ നമ്പ്യാര് ബോർഡ് വെച്ചോളാൻ പറഞ്ഞ അവൻ കേട്ടിട്ടില്ല. അവൻ കേക്ക വലിയ നമ്പ്യാര് പറയണമെന്ന് അവൻ പറയണ. കേൾക്ക പറയണമെങ്കിൽ അവനോട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ. എടോ, തന്നെയൊക്കെ കൊള്ളാമെങ്കിൽ അവനെ പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ട് നിർത്ത്. കിട്ടും എന്റെ കയ്യില് അഹങ്കാരി. അവിടെ നിക്കടാ. വാടാ ഇവിടെ. ഇവിടെ വാടാ. നീ ഇപ്പൊ കക്കാനും തുടങ്ങിയെന്ന് കേട്ടു. അയ്യോ, ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ എനിക്ക് ദേഷ്യം വരുവേ വലിയ പേര്. ദേഷ്യം വന്ന നീ തല്ലുവല്ലേ? എന്നാ തല്ലടാ. നിന്നെ തല്ലി തോൽപ്പിക്കുന്നവര് പറയുന്നല്ലേ നീ കേൾക്കൂ. എന്നാ വാടാ, ഞാൻ തല്ലി തോൽപ്പിക്കാം. ഇങ്ങോട്ട് വേടാ. തല്ലി തോപ്പിക്കാനൊക്കെ ഞാൻ കുണ്ടായസം കാണിക്കുന്നവരോട് പറയുന്ന വല്യമ്പ്യാരെ. വല്യമ്പ്യാർക്ക് പറ്റുമല്ലോ ഓടിത്തോപ്പിക്കേ. കിളപ്പേട്ട, ഒരുമാതിരി ആളെ വട്ടാക്കുന്ന ചിരി ഇരിച്ച എനിക്ക് ദേഷ്യം വരും. ഇതിലും എന്താ ഇപ്പൊ ഇത്ര ചിരിക്കാൻ? ഇനി ഏതായാലും അപവാദങ്ങളെ പേടിക്കാതെ ധൈര്യമായിട്ട് ഇവിടെ എല്ലാം തികഞ്ഞൂലോ. കള്ളുകുടിയൻ, തെമ്മാടി, പെണ്ണുപിടിയൻ, ഇപ്പൊ കള്ളനുമായി. വേലായുധ, 24 മണിക്കൂറും വെള്ളം അടിച്ചിട്ടുള്ള നിന്റെ നടപ്പ്, കുന്നുമ്മൽ ശാന്തയുടെ അവിടെയുള്ള കിടപ്പ്, കള്ളനാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കും. മനുഷ്യനായ മാനവും മര്യാദയുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഉപദേശി ബെസ്റ്റ് പാർട്ടി അല്ലേ? എന്താടാ ഉപദേശിക്കൊരു കുഴപ്പം? ആയ കാലത്ത് ഞാൻ നല്ലോണം പണിയെടുത്തിട്ടാ. എന്തായ കാലത്ത്? എല്ലാ വയസ്സന്മാരും പതിവായിട്ട് പറഞ്ഞത്. കർക്കിടകത്തിലെ മലവെള്ളത്തിൽ കട മറിഞ്ഞു വീണ മരം ഒലിപ്പീന്ന് പിടിച്ച് കരകയറ്റാൻ കേളപ്പേട്ടനോട് പറ്റുമോ? അല്ല പോട്ടെ, കേളപ്പേട്ടന്റെ കാര്യം നമുക്ക് വിട്ടേക്കാം. അതിന് കൂട്ടിയാ കൂടുന്ന ആണുങ്ങള് വേറെ ആരുണ്ട് ഇവിടെ? കേളപ്പേട്ടൻ പറ. വേലായുധന്റെ പാടത്തിറങ്ങി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേലായുധമായിട്ട് സൂചിച്ചടാ. ഒരുത്തനെ പറഞ്ഞ് നന്നാക്കാന്ന് വിചാരിച്ച സമ്മതിക്കരുത്. ഓരോരോ വാലത്താന്മാര് പോയി ഒരു കുപ്പി കല്ലെടുത്തിട്ട് കുപ്പി കേളപ്പേട്ട സ്വന്തം കണക്ക്. ഞാൻ പോവാ. ഏത് കണക്ക്? സ്വന്തം കണക്കിൽ കുടിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു നിന്റെ കൂടെ വരണത്? എനിക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് കുടിച്ചിട്ട് പോയപ്പോരെ. ഞാൻ വരുന്നിട്ടാ കള്ള് വേണ്ടെന്ന്. മണ്ടരി പിടിച്ച് അടയ്ക്കായുടെ വലിപ്പമുള്ളൂ തേങ്ങാക്കി. അതിനാണ് ഒട്ട് വിലയില്ല. മാധവ, ഓ, ആ മേളിലത്തെ കൊല്ലം കൂടെ വെട്ടിക്കോ. അത് അടുത്ത കൊയ്ക്കുള്ള മെമ്പറെ കളഞ്ഞിട്ടില്ല. നീ മെമ്പർ ഗ്രൂപ്പിനെ വെള്ളവും പഠിപ്പിക്കല്ലേ. വെട്ടിയിട. അടുത്ത മാസത്തേക്കുള്ളതും കൂടി കൊണ്ടുപോയാ ഞങ്ങളുടെ ഇവിടെ പട്ടിണിയായി പോകും മെമ്പറെ. ഞാൻ എന്ത് ചെയ്യാനാ പെങ്ങളെ? ഇപ്പൊ തന്നെ 3-4 മാസത്തെ കുടിശ്ശിയായി. കൃഷ്ണനെയാണ് സ്വബോധത്തോടെ ഒന്ന് കണ്ടു കിട്ടുന്നുമില്ല. മുതലെവിടെ ഇരിക്കട്ടെ, പലിശ എങ്കിലും കിട്ടണ്ടേ? കുറച്ച് കാശ് ഈ മാസം ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചു തരാം.
അപ്പോ അത് മുതലിലേക്ക് വെച്ചേക്കാം. ഈ വീടിന്റെ ആധാരം പണയത്തിലാ കൃഷ്ണൻ എന്നോട് പണം കടം വാങ്ങിയത്. അതറിയാലോ, അടവ് തെറ്റിയാ അടി തെറ്റിപ്പോവും. നോക്കി നിൽക്കാതെ ആ മടലും കൊതുമ്പും ഒക്കെ എടുത്ത് നന്നായി ഒതുക്കി കെട്ടി വെക്ക് ശാരദാമേ. അതെ, എന്താ കുറുപ്പേ ചെറിഞ്ഞു വീഴ്ത്താൻ നോക്ക? എന്താ തേങ്ങാ ചപ്തിയാ? ഇതൊന്നും വിളഞ്ഞിട്ടില്ലല്ലോ മാധവ. ഞാൻ പറഞ്ഞതാ അടുത്ത കൊയ്യക്കുള്ളതാണ്. ആ മെമ്പർ കുണ്ടായിസം കൊണ്ടല്ലേ. ഇനി എത്ര തെങ്ങ് കയറാനുണ്ട്? 5-8 കൂടെ ഉണ്ട്. എന്നാ വെയില് മൂക്കണതിന് മുമ്പ് കയറിക്കോ. മൂപ്പായത് മാത്രം വെട്ടിയാ മതി. ആ വെട്ടി കത്തി നോക്കട്ടെ. മാധവ, നിന്റെ കൂലി മെമ്പർ തരും. തേങ്ങ 1-2 എടുത്തോ. ഒരു മേൽനോട്ടക്കാരനായി നിന്നതല്ലേ, മെമ്പറും എടുത്തോ 1-2 തേങ്ങ. ബാക്കിയുള്ളത് എണ്ണി കണക്കാക്കി ഇവിടെ കൂട്ടിയിട്ടണം. വേലായുധ, നിന്റെ കളി കുറുപ്പിന്റെ കുറച്ച് വേണ്ട. കുണ്ടായിസമാര് കാണിച്ചാലും നല്ല പിടയും പിഴയും ഉണ്ട്. അപ്പൊ കുറിപ്പേട്ട, എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. ഇത് അവന്റെ കൊടുത്തേക്ക്. വഴിയിലാണ് പാലം. എടാ വേലായുധ, എടാ വേലായുധ, ഇറങ്ങി വാടാ. വേലായുധ, ഇറങ്ങി വാടാ. എടാ വേലായുധ, ആളുകളില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പെണ്ണുങ്ങൾ താളാവുന്നടാ നീ. എടാ ഇറങ്ങി വേടാ. കൃഷ്ണനെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ആരടാ അവിടെ കിടന്ന് ബേളം ഉണ്ടാക്കുന്നത്? നിന്റെ അന്തകൻ. ഇറങ്ങി വാടാ പുല്ലേ. പഴയ ഇഷ്ടക്കാരിയുടെ കെട്ടിയോനാ. അവിടെ ചെന്ന് വല്ല സഹായവും ചെയ്തു കൊടുത്ത് കാണും. എന്റെ പഴയ ഇഷ്ടക്കാരി എന്റെ അമ്മൂമ്മയാടി. ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. അത് ചോദിക്കാൻ നീ ആടാ. അവിടെ കിടന്ന് ഒച്ച വയ്ക്കാണ്ട് പോടാ. പോയില്ലേ നീ എന്ത് ചെയ്യൂടാ? കൃഷ്ണനെ ഒലക്കമ്മയെ കിടത്തി ഉരുട്ടുവോ? വേടാ ഇവിടെ. കൃഷ്ണ, നീ എന്നോട് മേടിക്കും. ആ പുല്ലേ, എന്നാ നീ ഒന്ന് ഉണ്ടാക്കണ. ഇന്ന് രണ്ടിലൊന്നും അറിയാൻ തന്നെയായി കൃഷ്ണൻ വന്നിരിക്കുന്നത്. ചെല്ല് ചെല്ല്. അവളങ്ങനെ 2 കെട്ടിൽ കിടന്ന് സൂഹിക്കണ്ട. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി വേണ്ടെന്ന് പറഞ്ഞ അടിച്ചിന്റെ പെരലേ പിടിപ്പെടാ. എന്റെ കെട്ടികളെ പറ്റി എനിക്ക് തോന്നിയൊക്കെ ഞാൻ പറയും. അത് ചോദിക്കാൻ നീയാണ് കൃഷ്ണ. കൃഷ്ണന്റെ അച്ഛൻ. എന്റെ ഭാര്യ പഴയ മഹാപഴയ. ഒന്നിങ്ങോട്ട് വന്നേ. ഇവന്റെ ബോധം പോയെന്നാ തോന്നുന്നു. ഒന്ന് താങ്ങ്. അതിന് ബോധം വന്നപ്പോഴേ ഇല്ലല്ലോ. തന്നെ താനെ താങ്ങിയാ മതി. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. എല്ലാരും ഉറങ്ങിയോ? ഒന്നിങ്ങോട്ട് വരണേ. അതെ, ഇതിനെയൊക്കെ എന്തിന് സൃഷ്ടിച്ചെന്റെ ഉടയ തമ്പുരാനെ. എന്റെ അമ്മോ, അയ്യോ, എന്നെ കൊല്ലുന്നേ. എടാ നീയോ? അയ്യോ, ഇത് എന്റെ വീടല്ലേടാ. നീ ഇവിടെ നീ എന്തിനീ നേരത്തെ എന്റെ വീട്ടിൽ വന്നു? ഒന്നുമില്ല, തലയത്തിന് വെള്ളം ഒഴിച്ച. ഈ രാത്രിയിൽ ഇവൻ ഇവിടെ എന്തിനു വന്നു എന്ന് എനിക്ക് പറയണം. ഒറ്റ അടി വെച്ചാൽ ഞാൻ നിന്റെ കൂടെ വന്നാ. എലിയും കൊണ്ടുവന്നു. എവിടെ ആകാശത്ത് കുറച്ചു മുമ്പ് ഞാൻ നിന്നെ തല്ല് പറഞ്ഞോ. അപ്പൊ നീ ബോധം കിട്ടുപോയി. എന്തോന്ന് നിന്റെ ഒറ്റ തല്ല് കിട്ടാൻ ബോധം കിട്ടുന്നു. എടാ എന്റെ കെട്ടിയുള്ള മുമ്പ് ആളാ പുളു പറയുന്നോടാ. 4 ആളുകൾക്ക് പറയാൻ കൊള്ളാത്തതൊക്കെ നിന്നെ പറ്റി വിളിച്ചു പോയപ്പോ ഞാനും തല്ലി. എടാ എന്റെ കെട്ടികളെ കുറിച്ച് ഇഷ്ടമുള്ളത് ഞാൻ പറയും. അത് ചോദിക്കാൻ നീ ആരാ? അപ്പൊ നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഞങ്ങൾ ഉപദ്രവിക്കാതെ ദയവ് ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പോവോ? മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാനും സമ്മതിക്കില്ലല്ലോ ഈശ്വര. ബോധമില്ലാത്ത ഇതിനെ വഴിയിലിട്ട് പോരുതല്ലോ നോർത്ത് ചുവന്നോണ്ട് വന്നിട്ട് ഇപ്പൊ കുറ്റം എനിക്കായോ? വേലയിൽ നിങ്ങൾക്ക് എന്ത് ഉപദ്രവം ഉണ്ടാക്കിയെന്നാ പറയുന്നത്? പോകാൻ പറഞ്ഞ വേല ഞാൻ പൊയ്ക്കോളാം. അത് ഈ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയണ്ട. മോള് പേടിക്കണ്ട കേട്ടോ. അച്ഛനെ കള്ള മൂത്ത് തലയ്ക്ക് പിടിച്ചതാ. നേരം വെളുക്കുമ്പോ ശരിയാവും. മോള് പോയി കിടന്നുറങ്ങി. രണ്ടാളും കൂടെ എന്നെ കുളിപ്പിച്ച് കിടത്താന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. പോയി തോർത്തെടുത്തോളാം. ഇവിടെ കെട്ടിയ പെണ്ണിനെ മക്കളെ മാനം മര്യാദയായിട്ട് നോക്കാൻ അറിയാത്തവൻ ആണാന്നും പറഞ്ഞ് മീശയെ വെച്ച് നടക്കരുത്. ഇടാ ഇവരുടെ കണ്ണീരിനെ ചത്താലും നീ ഗതി പിടിക്കില്ല.
ഒന്ന് വേഗം നോക്കണോ, മഴ ഇക്കുറി കുറെ നേരത്തെ ആവുമെന്നാ തോന്നുന്നത്. പണി ഇത്തിരി സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള മരം മുറി ഇക്കൊല്ലം നടക്കണ്ട. ഞങ്ങൾ കുറച്ച് ചുള്ളിക്കമ്പ് പെറുക്കിക്കോട്ടെ നിലാണ്ടേട്ടാ. ചുള്ളിക്കമ്പെന്നും പറഞ്ഞ് ഉള്ള വിറക് മുഴുവൻ നിങ്ങൾ പുറക്കോട്ട് പോകും. എന്നോട് ചോദിക്കണ്ട, ചെറിയ പേര് അവിടെ ഉണ്ട്, അങ്ങോട്ട് എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ചോദിച്ചോളാം, നിങ്ങൾ അതിന് ഉടക്ക് പറയാണ്ടിരുന്നാ മതി. എന്താടി നിന്റെ പേര്? ജാൻസി റാണി. ഇത് മുംതാസ് ബീഗം. മാപ്പിളാരാ? പാടി. ഇക്കുറി ഉത്സവത്തിന് മട്ടാഞ്ചേരിന്ന് നല്ല ഉശിരുള്ള തല്ലുകാരെ ഇറക്കണം. അടിച്ചവച്ച കയ്യും കാലും ഒടിച്ചൊരു ഭാഗത്തിട്ട പിന്നെ നീട്ടി അടക്കണം. ചെറിയ പേര് കൊച്ചിയിലെ സേട്ടുവിനെ വിളിച്ച് നല്ല മസിലുള്ള 5-6 ആൾക്കാർ ഏർപ്പാടാക്കിത്ത ബാക്കിയല്ല ഈ മെമ്പർ. എടോ, അവനുള്ള മരുന്ന് മട്ടാഞ്ചേരിക്കാരൊന്നുമല്ല. വേലായുധനൊരു വീട്ടിൽ കയറി ചെന്ന അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവണം. അവനെ കാണുമ്പോ അപവാദം ഭയന്ന് സ്ത്രീകൾ വാതിലടയ്ക്കണം. അപ്പൊ പിന്നെ തന്റെ പിരിവ് തടയാനൊന്നും അവൻ വരില്ല. വേലായുധൻ സഹായിക്കാൻ ചെല്ലുമ്പോ അവര് തന്നെ ആട്ടിപ്പായിച്ചോളൂ. അടുപ്പ് കത്തിക്കാൻ ഞങ്ങൾ കുറച്ച് ചുള്ളി പെറുക്കിക്കോട്ടെ ചെറിയ പേരെ. ചുള്ളി മാത്രമേ എടുക്കാവൂ. ആ കത്തിയും കൊടുകളൊക്കെ അവിടെ ഇട്ടു പോ. തിരിച്ചു പോകുമ്പോ എടുത്താ മതി. ആ കേളപ്പന്റെ മോളല്ലേ? അതെ, ലീല. കുട്ടികളൊക്കെ അങ്ങ് വളർന്ന് വലിയ പെണ്ണുങ്ങളായല്ലേ? ആ കാശ് എടുത്തു തന്നിരുന്നേ, എനിക്കിങ്ങ് പോകായിരുന്നു. ഇതിപ്പോ താൻ ചിട്ടിക്കമ്പനി നടത്തുന്നത് എന്റെ കാശ് കണ്ടിട്ടാണോന്നൊരു സംശയം. ഇപ്പൊ എത്രയായിന്ന് വല്ല കണക്ക് സൂക്ഷിക്കുന്നുണ്ടോ? കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ പേരെ. ഇതിന് ഞാൻ വേറെ കടലാസും രേഖയൊന്നും തന്റെ എഴുതി വാങ്ങുന്നില്ല. അതുകൊണ്ട് പവർ ആന്റണി ചെറിയ പേരുടെ പേർക്ക് ഒപ്പിട്ട് വാങ്ങണം. എന്നിട്ട് ആ കടലാസ് പുതുശ്ശേരി വീട്ടിൽ കൊണ്ടുതരണം. അതല്ലേ ഈ കുറിപ്പിന് ഇത്രയ്ക്കെങ്കിൽ വിശ്വാസം ഇല്ലാതായാലോ? തനിക്ക് ബുദ്ധി അല്പം കുറവാണെന്നുള്ളൊരു ഗുണമേ ഞാൻ കാണുന്നുള്ളൂ. ചെല്ല്. മതി വാ അമ്മേ, 5 മിനിറ്റോടെ. പ്രകാശ, നീ കണ്ടിട്ടുണ്ടോ മൂപ്പർ അരയിലെ കത്തി? ആ, ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മീൻ കൊത്തിക്കുന്നതിന്റെ കൊക്ക് പോലെയാ. അതിന് ഭയങ്കര മൂച്ചയാ. എനിക്കൊന്ന് കാണണമായിരുന്നു. ചെല്ലടാ, നീ പോയി ചോദിക്ക്. പ്രകാശ മതി, ഇങ്ങോട്ട് കയറിയ മഴ പെയ്യും. ഇപ്പൊ വരാ, ഒരു 5 മിനിറ്റ് കൂടി. ഓടാ, ചോദിക്കടാ. നീ കുളിക്കാൻ വന്നാ? ആ കത്തി ഒന്ന് കാണിക്കോ? ഏത് കത്തി? അരയിലുള്ള കത്തി. എനിക്കല്ല, ഇവർക്കാ. കത്തി അരയെന്ന് ഊരിക്കഴിഞ്ഞാ പിന്നെ ആരെങ്കിലും കുത്തിക്കൊന്നിട്ട് വെക്കൂ. ആരാ നിങ്ങളോട് ഈ വേണ്ടാത്തൊക്കെ പറഞ്ഞിരുന്നേ? നീയാണല്ലേ? ഓരോ കഥകളെ.